പറഞ്ഞാണ് അതിന്റെ ഒരു ഭാഗമായി വേണം ഇതിനെ കാണാൻ. നന്ദി ശ്രീ എ സജീവൻ, താങ്കളുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ BJP നേതാവ് JR പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, അങ്ങനെ പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ വീട്ടിൽ പോയി കണ്ട അദ്ദേഹത്തെ ഇത്തരത്തിലൊരു കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കേണ്ടിയിരുന്നോ? ഹലോ, ശ്രീ JR പത്മകുമാർ, കേൾക്കാമോ? കേൾക്കാം. പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ അങ്ങോട്ട് പോയി കണ്ടതാണ്. അതിപ്പോൾ ഇത്തരത്തിലൊരു അദ്ദേഹത്തിന്റെ സ്ഥാനം ധരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് പ്രതികരണം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDFന്റെ ആഭ്യന്തര പ്രശ്നമാണ്. പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. അത് സ്വാഭാവികമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ അത്തരത്തിലൊരു ജീവിത ശൈലിയായിരിക്കും വന്നിട്ടുള്ളത്. അത് തന്നെയാണല്ലോ അവർ പിന്തുടരുന്ന പല രാഷ്ട്രങ്ങളിലും. അത്തരത്തില് അവരുടെ ഒരു ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് മറ്റു പൊതു ആളുകളുമായി സഹകരിക്കാത്തൊരു രീതിയാണല്ലോ. അത് പ്രാകൃതമായൊരു രീതിയാണ്. അത് ഇന്നത്തെ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത്തരത്തില് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിടുകയോ അല്ലെങ്കിൽ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, രാഷ്ട്രീയം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി മാത്രമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി മറ്റു പല കാരണങ്ങൾ പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇനി BJP ബന്ധം ആരോപിച്ച് ഇത്തരത്തിലൊരു നടപടിയെടുത്ത് മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രം ഇങ്ങനെ കണ്ടാൽ മതിയല്ല. ഇതിന്റെ രാഷ്ട്രീയ അടിത്തറ ആരെല്ലാം കാണുന്നു ഇവിടെ. CPM നേതാക്കന്മാർ തീവ്രവാദി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ, ജയിലിൽ കിടക്കുന്ന ആളുകളെ ഒക്കെ അങ്ങോട്ട് പോയി കാണാറുണ്ടല്ലോ. അതൊക്കെ ഒരു വേറൊരു രീതിയിൽ കാണുകയും BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ ഒരു ലീഡർ അദ്ദേഹത്തെ പോയി കണ്ടു, സൗഹൃദം പങ്കിട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ അപരാധമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് വേറെ എന്തോ ഉദ്ദേശമുണ്ട്. പക്ഷെ ഇതല്ല യഥാർത്ഥ കാരണം. മറ്റു പല കാര്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖംമിനുക്കൽ നടപടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശ്രീ പത്മകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നടത്തിയ സന്ദർശനം, ആ സന്ദർശനത്തിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ സ്ഥിരീകരിക്കുന്നു. അത് കേവലം ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതായി CPM കരുതുന്നില്ല. അത് CPMന്റെ മാനസികാവസ്ഥയാണ്. അവരെങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏത് ദിവസം വേണോ എവിടെ വേണോ ഇപ്പൊ ഒരു പൊതുപരിപാടിയിൽ കാണാൻ പാടില്ല, അല്ലെങ്കിൽ CPM നേതാക്കന്മാരെ പോയി കാണാൻ പാടില്ല, CPM നേതാക്കന്മാർക്ക് BJP നേതാക്കന്മാരെ കാണില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതേ ആളുകള് മറ്റു പല ആളുകളെയും പോയി കാണുന്നുണ്ടല്ലോ. മറ്റേ സൗഹൃദ സന്ദർശനം നടത്തുന്നുണ്ട്, അല്ലാതെ രഹസ്യമായി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ, എത്രയോ ആളുകൾ തലയിൽ കൂടി മുണ്ടുവിട്ടുകൊണ്ട് പല തീവ്രവാദ സംഘടനകളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട്, മതസംഘടനയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതങ്ങനെയല്ലല്ലോ. ഇത് പരസ്യമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹം CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു നേതാവിനെ ഒരു സൗഹൃദ സന്ദർശനം നടത്തി. അത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഒളിച്ചു വയ്ക്കേണ്ട കാര്യം ആണെങ്കിലല്ലേ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് മറച്ചു വയ്ക്കേണ്ട കാര്യമുള്ളൂ. എന്തെങ്കിലും അതിനകത്ത് ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാമല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു ദിവസം എന്നെ കാണണമെന്ന് പറഞ്ഞു, ഞാൻ അവിടെ വന്നു കണ്ടു. അത് സത്യമല്ലേ? അതിലെന്ത് അപരാധിരിക്കുന്നു? എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെങ്കിൽ മാത്രമല്ലേ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു, കണ്ടു, സത്യം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് ദിവസമാണോ അദ്ദേഹത്തിനോട് ചോദിച്ച ദിവസം അദ്ദേഹം പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ പത്മകുമാർ, ഈ സന്ദർശനം സൗഹൃദമെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ അതിനെ കാണാം. പക്ഷേ ആ സന്ദർശനത്തെക്കുറിച്ച് പിന്നീട് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച വാദങ്ങൾ, അതേ തുടർന്ന് ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ആ കാര്യങ്ങളെല്ലാം തന്നെ CPM അവരുടെ സംഘടനാ രീതി അനുസരിച്ച് ഗൗരവമായി കാണുന്നു. അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് BJPക്ക് ഒഴിയാമെങ്കിൽ പോലും BJP CPM അന്തർധാര സജീവമാണെന്നുള്ള ആരോപണം കോൺഗ്രസ് ഇപ്പോൾ സജീവമാക്കുകയാണ്. അങ്ങനെയല്ലല്ലോ. CPM BJP അന്തർധാരയുടെ പ്രശ്നമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പൊതുപ്രവർത്തകർക്ക് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരെ കാണാറുണ്ടല്ലോ, കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ കാണാറുണ്ട്, CPMന്റെ ആളുകളെ കാണാറുണ്ട്, CPIയുടെ ആളുകളെ വ്യക്തിപരമായി സൗഹൃദം വെച്ച് കാണാറുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കാണാറുണ്ട്, അവര് നമ്മളെയും കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിഷയമായി എടുക്കേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിൽ അങ്ങനെ ആരും ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂപ്പ ഉണ്ടാക്കി അതിനകത്ത് കയറി പട്ടുനൂൽ പുഴു ഇരിക്കുമ്പോൾ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരു
രാഷ്ട്ര ഇടപെടാറുണ്ട്, പൊതുസമൂഹത്തിൽ പൊതു ഇഷ്യൂസിൽ ഇടപെടാറുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവരവരുടെ പാർട്ടിയും വിശ്വാസവും പ്രവർത്തനവും അവരുടെ വ്യക്തിപരമാണ്. അതില് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം. എനിക്ക് ആരെ വേണമെങ്കിലും എന്റെ രാഷ്ട്രീയത്തിൽ വിളിക്കാം. അവർക്ക് ഏത് രാഷ്ട്രീയക്കാരൻ വേണമെങ്കിലും എന്നെ ആ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കാം. അതൊക്കെ വ്യക്തിപരമായ അവരുടെ അവരുടെ കാര്യങ്ങൾ. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ആ സാഹചര്യം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിലപാടുകൾ അനുസരിച്ചിരിക്കും. ആ നിലപാടിൽ പ്യൂരിറ്റി വേണം, ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. ഇത് സംശയിക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം CPM-ന്റെ ഒരു നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരാരെയും ഞങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അതിന് സംശയിക്കാറില്ല. കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അവരുടെ നിലപാടുകൾ ഇന്നതായിരിക്കും. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായിട്ട് സഹകരിച്ചാലും ആരുമായിട്ട് സഹകരിച്ചാലും അവരുടെ നിലപാട് ഇന്നതായിരിക്കും. ഞങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ട് അവരുടെ നിലപാടിനെ സംബന്ധിച്ച്. അങ്ങനെ സംശയം ഇത്രയും തഴക്കവും പഴക്കവും ഒക്കെ ഉള്ള ഒരു സീനിയർ നേതാക്കന്മാരിൽ മാർക്സിസ്റ്റ് പാർട്ടി സംശയം കാണുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് എന്തോ മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്. എന്തോ കാര്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ അവരുടെ അണികൾക്ക് ആ പ്രത്യയശാസ്ത്രത്തിൽ എന്തോ സംശയം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. നന്ദി ശ്രീ JR പത്മകുമാർ പ്രതികരിച്ചതിന്. ഭദ്ര, ഇത് തന്നെയാണ് BJP-യുടെ നിലപാട്. CPM-ന്റെ ആഭ്യന്തര കാര്യമാണ്.